ഇതിൽ എൻ്റെ കഥാപാത്രമായ സാം സിനിമ തുടങ്ങുന്നത് അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെയാണ്. അവൻ്റെ ഒരു കോളേജ് ലൈഫിലുള്ളൊരു 6 വർഷക്കാലം മിസ്സിംഗ് ആണ്. പിന്നീട് അവനെ കാണിക്കുമ്പോൾ അവനൊരു 6 വർഷക്കാലം അവന് ഓർമ്മയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അവൻ്റെ ആ ഒരു മറവിയിൽ നിന്നും അവൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു യാത്രയാണ് ഈ 4 കസിൻസ് പുറപ്പെടുന്നത്. ആ യാത്രയിൽ സാം ഇതിനു മുമ്പ് പോയി പഠിച്ചിരുന്ന കോളേജ്, പോയിരുന്ന വഴികൾ, പരിചയപ്പെട്ട ആൾക്കാർ, നേരിട്ട സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആ വഴികളിലൂടെ പോകാനായിട്ട് ശ്രമിക്കുകയും അതുവഴി എന്തെങ്കിലും കാര്യങ്ങൾ ഇവനെ ഓർത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഒരു ചാൻസ് എടുക്കുകയാണ്. അത് വളരെ ഒരു പിക്നിക് മൂഡിലുള്ള യാത്രയിൽ തുടങ്ങുകയും പിന്നീട് ഈ പറയുന്ന പോലെ അവൻ നേരത്തെ ചെന്നിരുന്ന പല സ്ഥലങ്ങളിലെത്തുമ്പോൾ അവൻ നേരത്തെ കണ്ടുമുട്ടിയ പല ആൾക്കാരെ വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന വളരെ രസകരവും പിന്നീട് കുറച്ച് സീരിയസും കുറച്ച് ത്രില്ലിങ്ങും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു പക്ക എൻ്റർടൈനർ ഫിലിമാണ് കസിൻസ്. ഇതിൽ ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് എന്നതിനേക്കാൾ ഉപരി സാമിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഡാർക്ക് ഷെയ്ഡ്സ് ഇല്ല. പക്ഷേ സിനിമയിൽ ഈ പറയുന്ന പോലെ അവൻ ചെന്നപ്പെട്ട സാഹചര്യങ്ങളിൽ ചില സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നായിക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും സാമിൻ്റെ ഈ മറന്നുപോയ കാലയളവിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അത് ഒരു ഇൻ്റർവ്യൂവിന് ശേഷം മാത്രമേ നമുക്ക് സാമിൻ്റെ ഓർമ്മ തിരിച്ചു വരികയും അത് ഓർമ്മകളിലൂടെ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് നായികയെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാനായിട്ട് സാധിക്കുക. പക്ഷേ നായികയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. അതിൻ്റെ ഒരു ബേസ് എലമെൻറ്റ്, ഒരു ബേസ് തന്നെ നായികയെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നല്ല ഗാനങ്ങളുണ്ട്, നല്ലൊരു ഡിബേറ്റ് സോങ് ഉണ്ട്, അടിപൊളി നൃത്ത രംഗങ്ങളുണ്ട്. ഏറ്റവും മലയാള സിനിമയിലെ ഇതുവരെയുള്ള ഏറ്റവും ചിലവേറിയ ഗാന ചിത്രീകരണം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ രീതികളും നോക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എല്ലാ ഫ്രെയിമുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു റിച്ച്നെസ്സും കളർഫുൾനെസ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധൻ ശരിക്കും വൈശാഖ് ആദ്യം ചെയ്യാനിരുന്ന സിനിമയാണ്. പോക്കിരിരാജ എന്ന സിനിമ സംഭവിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ വിശുദ്ധനായിരിക്കാം ചിലപ്പോൾ വൈശാഖിൻ്റെ ആദ്യ സിനിമ എന്നുള്ളത്. പോക്കിരിരാജയാണ് ആദ്യം സിനിമയായിട്ട് പുറത്തു വന്നത്. അതിനുശേഷം സീനിയേഴ്സ് വരുന്നു, മല്ലു സിംഗ് വരുന്നു, സൗണ്ട് തോമ വരുന്നു. അതിനുശേഷമാണ് വൈശാഖിൻ്റെ സ്വപ്ന ചിത്രം എന്ന് വിശേഷിപ്പിക്കാമെന്ന് വിശുദ്ധൻ ഇറങ്ങുന്നത്. വിശുദ്ധനൊരു പക്ക സീരിയസ് ഫിലിമാണ് എല്ലാ അർത്ഥത്തിലും. എനിക്കൊന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സിനിമകളൊന്നു തന്നെയാണ് വൈശാഖ് വിശുദ്ധൻ. ക്യാരക്ടർ വൈസ് ആണെങ്കിൽ പോലും അതിൽ സണ്ണിയച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത റോമൻസ് എന്ന സിനിമയിലെ അച്ഛൻ കഥാപാത്രത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലും തുലവും ഏറ്റവും എക്സ്ട്രീം ഓപ്പോസിറ്റായിട്ടുള്ള ക്യാരക്ടറാണ്. ശരിക്കും എങ്ങനത്തെ സിനിമ ആയിരിക്കണം എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയോടുകൂടിയാണ് വിശുദ്ധൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് വൈശാഖ് മറ്റ് സിനിമകളും എടുക്കുന്നത്. ഇപ്പോൾ കസിൻസ് പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ സീനിയേഴ്സ്, മല്ലു സിംഗ് പോലെയുള്ള സിനിമകളും ചെയ്ത അതേ സംവിധായകൻ തന്നെയാണ് വൈശാഖ് തന്നെയാണ് ഈ വിശുദ്ധൻ പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വിശുദ്ധനിലെ ഒരു ഫ്രെയിമിങ്ങും കളർ സീക്വൻസും പാറ്റേണിങ്ങും അല്ല ശരിക്കും കസിൻസിലും മറ്റുള്ള വൈശാഖനും കമേഴ്ഷ്യൽ സിനിമകളുടെ പാക്കേജിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടും വ്യത്യസ്തമാണ്, രണ്ടും വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ അങ്ങനത്തെ 2 സിനിമകളിലും അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഇതിലെ ചില സീനുകൾ ചിലർക്ക് ഭയങ്കര വിയോജിപ്പുണ്ടാകും. അപ്പോൾ അതേ സീനുകൾ തന്നെ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് ശരിക്കും ക്രിസ്മസ് സമയത്ത് അല്ലെങ്കിൽ അവധിക്കാല സമയത്ത് കുടുംബ പ്രേക്ഷകർ വന്ന് അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർ അധികം തിയേറ്ററിലേക്ക് വരുന്ന സമയങ്ങളാണിത്. അവധിക്കാലം, ഇപ്പോൾ വിഷു, ഈസ്റ്റർ, സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ്, ന്യൂ ഇയർ, ആ ഒരു സമയങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന തിയേറ്ററിലേക്ക് വരുന്ന മലയാള സിനിമ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു നല്ല ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് ഫിലിം തന്നെയാണ് കസിൻസ്. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടാവാം. പക്ഷേ ഏത് തരം പ്രേക്ഷകരെയാണ് വൈശാഖ് നോട്ടമിട്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ഇപ്പുറത്ത് കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്.
കസിൻസിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഓഫ് കോഴ്സ് വൈശാഖ് രാജേട്ടൻ പോലൊരു പ്രൊഡ്യൂസറിലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ല. അത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത, സാധാരണ ഒരു സിനിമയുടെ ബഡ്ജറ്റിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 40% അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 50% വരെ നമ്മളതിൻ്റെ ശമ്പളത്തിന് വേണ്ടി പോകും. ചിലപ്പോൾ സിനിമയിൽ നമ്മൾ കാണുന്ന സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 50% മാത്രമേ കാണുള്ളായിരിക്കും. ഇതിൽ നേരെ തിരിച്ചാണ്. ഇതിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 20% മാത്രമേ ഒരു റെമ്യൂണറേറ്റീവ് പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി 80% ഈ സിനിമയുടെ വലിപ്പത്തിന് വേണ്ടി, അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടി, അതിൻ്റെ ഒരു റിച്ച്നസ്സിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളതാണ്. അതതിൻ്റെ ഗാനങ്ങളിലായാലും അതിൻ്റെ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഫ്രെയിമിലാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് വൈശാഖ് എടുത്തതിൽ ഏറ്റവും വലിയ സിനിമകളിലൊന്നാണിത്, അല്ലെങ്കിൽ വലിയ സിനിമ തന്നെയാണത്. ഏറ്റവും ചെലവേറിയ സിനിമയാണത്. ക്യാമറാമാൻ ഷാജിയുടെ ഏറ്റവും മനോഹരമായ വർക്കുകളിലൊന്നാണത്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ വർക്ക് തന്നെയാണത്. ആ ഡയറക്ടർ ജോസഫ് നെല്ലിക്കൻ്റെ ഏറ്റവും മനോഹരമായ സെറ്റിങ്സും ആർട്ട് വർക്കും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ MJ, അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ഗാനങ്ങൾ, ശോഭി കൊറിയോഗ്രാഫറിൻ്റെ ഏറ്റവും നല്ല നൃത്ത ചുവടുകൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ചിലവാക്കിയിരിക്കുന്നത്. കോൺട്രറി ടു സാധാരണ നമ്മൾ ഈ പറയുന്ന പോലെ ശമ്പളം കൂടുതൽ കൊടുത്തു പക്ഷേ സിനിമയിലൊന്നും കാണാനില്ല എന്നതിനേക്കാൾ ഉപരി ശമ്പളത്തേക്കാൾ കൂടുതലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്.